നമ്മളെ പേരെന്നാ? വിജിത. വിജിത KSRTC ഓടിക്കാറുണ്ടോ? ഓടിക്കാറില്ല. എല്ലാ ഇഷ്ടം പോലെ വേക്കൻസീസ് ഉണ്ട്, ധൈര്യമായിട്ട് പോരെ. ശമ്പളം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. കേക്കണ്ട, ഞങ്ങളിത് ചുമ്മാ തമാശ. മിഴിയോരമാണെങ്കിൽ കാതോരമുണ്ടാകുമല്ലോ. കാതിൻ്റെ അടിത്തട്ടിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയമന്ത്രത്തിന് കാതോട് കാതോരം. 30 ദിവസം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ചെയ്തെങ്കിലും ഈ കറക്ഷൻ വരും നമുക്ക് ഈ മിക്സിങ്ങിലൊക്കെ പോകുമ്പോൾ. അപ്പം അങ്ങനെ ഫൈനൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏകദേശം 30 ദിവസം എടുത്തു. ഇപ്പൊ സപ്പോസ് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ആട്ടണ്ണ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിപ്ലൈ കൊടുക്കുക? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പിടിക്കായി കയറ്റം നല്ലത്. ഡിവോഴ്സ് ചെയ്തുള്ളൂ. നമ്മളെ മനസ്സിലാക്കി പശുപ്പം മനസ്സിലാക്കിയ ശേഷം മാത്രം വിവാഹം കഴിക്കുക. വളരെ പേരെന്നാ? സിനിമയുടെ ഇമ്പോർട്ടൻ്റ് പരിപാടിയാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് സാധാരണ സിനിമയിലുള്ള പോലെ ചെറിയൊരു സംഭവമായിരിക്കും. മോളെ നല്ല പരിപാടി, നിങ്ങളുടെ പരിപാടി ക്ലബ് FM 94.3, പിന്നെ അല്ലാതെ നല്ല സൂപ്പർ പരിപാടിയാ. എന്നെ മിണ്ടായിക്കണേ. പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന കുറേ മലയാള സിനിമകളുണ്ട്. ഓരോന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ തിയേറ്ററുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് അതിൽ ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ രേഖാചിത്രം. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസി നമ്മളെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എത്രമാത്രം കാലത്തൊരു എഫേർട്ട് ഉണ്ടായിരിക്കും ഇങ്ങനൊരു സ്ക്രിപ്റ്റ് നെയ്തെടുക്കാൻ എന്നൊക്കെ ഏതൊരു പ്രേക്ഷകനും ചിന്തിച്ചു പോയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് നമ്മുടെ രേഖാചിത്രത്തിൻ്റെ. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ആരാധിക്കുന്ന കുറേ പ്രഗത്ഭ വ്യക്തികളുടെ, ഇന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള കുറേ പ്രഗത്ഭ വ്യക്തികളുടെയൊക്കെ പ്രസൻസ് നമുക്ക് വീണ്ടും കിട്ടിയൊരു സിനിമ കൂടിയായിരുന്നു രേഖാചിത്രം. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് നൽകിയിട്ടുള്ള ശബ്ദം കൂടിയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് ജോൺ പോൾ സാറിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ജോൺ പോൾ സാർ എന്ന് പറയുമ്പോൾ കണ്ണടച്ചാൽ നമുക്ക് ആ വ്യക്തിയുടെ മുഖവും അദ്ദേഹം സംസാരിക്കുന്ന രീതിയും ഓർമ്മ വരും. അത്ര ഭംഗിയുള്ളൊരു അവതരണം കൂടിയാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അദ്ദേഹത്തിന് ജീവൻ നൽകിയ ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ പ്രിയപ്പെട്ട ബേസിൽ ബെന്നിയാണ് ഇപ്പോൾ ക്ലബ് എഫ്എമ്മിലുള്ളത്. നമസ്കാരം. അപ്പോൾ ശബ്ദത്തിൻ്റെ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, എളുപ്പമല്ല ഡബ്ബിംഗ് എന്ന് പറയുന്നത്. ശബ്ദം നന്നായതുകൊണ്ട് ഡബ്ബിംഗ് ചെയ്യാൻ പറ്റിക്കും. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവണം എന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ശബ്ദത്തിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം അതൊരു വേറെ തന്നെ ഒരു ടാലന്റ് ആണ്. നമുക്കത് മീറ്റർ പിടിക്കാൻ പറ്റുക, സ്ക്രീനിൽ കാണുന്ന മുഖവുമായിട്ട് നമ്മുടെ ശബ്ദം ചേരുക, പിന്നെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ബേസിൽ ആക്ച്വലി ഒരു ഇതുപോലെ പലവരെയും അനുകരിക്കുന്ന ഒരാളാണോ? എന്താണ് ആക്ച്വലി ബേസിൽ എന്താണ്? ഞാൻ ശരിക്കും എഡിറ്ററായിരുന്നു. എഡിറ്റിംഗ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ജോലിയാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബ്ബിങ്ങിലേക്ക് എത്തിച്ചേരുന്നത് തന്നെ ഞാൻ നമ്മളെ ട്രാക്ക് ചെയ്തിട്ടാണ്. ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ നടന്മാർക്ക് അവർ അഭിനയിച്ചിട്ട് ഡബ് ചെയ്യുന്നതിന് മുമ്പ്, അവർ ഓൺ വോയിസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പൈലറ്റ് ഒന്ന് ഡബ് ചെയ്യും. അപ്പോൾ അത് ഞാൻ ഓൾറെഡി മിമിക്രി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത ഗണേഷ് കുമാർ സാറിൻ്റെ വോയിസാണ്. ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്? അത് സിനിമ ബാന്ദ്ര സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം പുള്ളിയുടെ വോയിസ് അല്ല, ട്രാക്ക് ചെയ്തു നമ്മൾ. അപ്പം അങ്ങനെ ഗണേഷ് കുമാറിനാണ് ആദ്യം ചെയ്തത്. ഗണേഷ് കുമാർ സാറിന് ചെയ്തു. പിന്നെ സുരേഷ് ഗോപി സാറിന് നമ്മുടെ JSK സിനിമയ്ക്ക് ജയറാമേട്ടന് ചെയ്തു, ജഗദീഷ് ചേട്ടന് ചെയ്തു. അപ്പം മലയാളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് മമ്മൂക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഓസ്ലർ സിനിമയിൽ മമ്മൂക്ക ഫുൾ സിംഗ് സൗണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു പോർഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ. പിന്നെ സൈജു ഗ്രൂപ്പ്, നമ്മുടെ ഓസ്ലറിലെ സൗണ്ട് ഉണ്ടല്ലോ സൈജു ഗ്രൂപ്പിന്, അതെൻ്റെ വോയിസ് തന്നെയാണ് തിട്ടേക്കുന്നത്. ശരി. അത് ഏത് ഭാഗം? അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് വയ്യാതിരിക്കുന്ന ഭാഗത്താണോ? അതെ. അത് ഓൾറെഡി ഡബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല കേട്ടോ. ഓൾറെഡി ആ ക്യാരക്ടറിന് ഡബിങ്ങിന് ആവശ്യമില്ല. ഓൾറെഡി എൻ്റെ സൗണ്ട് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം നമ്മുടെ സൗണ്ട് ആണെന്നുള്ളത്. ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തോന്നിയത് നമ്മുടെ ജോൺ പോൾ സാറിന് ചെയ്തപ്പോഴാണ്. കാരണം അത് അത്രയും ഭയങ്കര പണിപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അത് ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിനു മുൻപ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കലാലയ ജീവിത സമയത്തൊക്കെ മിമിക്രി പരിപാടികൾ ഉണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ മിമിക്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ടീച്ചേഴ്സിനെയൊക്കെ അനുകരിച്ചാണ് മിമിക്രിയിലേക്ക് വന്നത്. നമ്മുടെ നാട്ടിലുള്ളവരെ അനുകരിക്കുക, വീട്ടിലുള്ളവരെ അനുകരിക്കുക. അപ്പം അങ്ങനെ പണ്ടത്തെ മിമിക്രിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പണ്ട് കോഴി, പൂച്ച അനുകരിച്ച് അടുത്തതായി ഭയങ്കര ബേസ് ഇട്ട് സംസാരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാലഘട്ടം മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാം അനുകരിച്ച് ട്രോളാൻ വേണ്ടി മാത്രം, നമ്മൾ പുറകിലത്തെ ബെഞ്ചിലൊക്കെ ഇരുന്ന് നമ്മൾ ട്രോളുമല്ലോ, അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ച, ഷൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു പരിപാടിയാണിത്. പിന്നെ ഇത് പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടുന്ന ഒരു മേഖലയാണെന്ന് ഫീൽ ചെയ്തു. എന്തായാലും ആ സിനിമയിലേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഈശ്വര ഇത്
ഇത് ഡബ് ചെയ്ത് വന്നതാണ്, ഇത് ആരാ ചെയ്തെന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാണ്. അപ്പൊ ഇപ്പൊ തൽക്കാലം നമുക്കൊന്ന് ചെറുതായിട്ട് അതിനൊരു ചെറിയ ഒന്ന് ചെയ്തേ. ജോൺ പോൾ സാറിന്റെ നമ്മുടെ അതിനകത്ത് സിനിമയിലുള്ള പോർഷൻ അല്ല, നമ്മുടെ കാതൊരു എപ്പിസോഡുണ്ട് അതിനകത്ത്, അത് ഞാൻ ചെയ്യാം. ജോൺ പോൾ സാറിന്റെ ഒരു നറേറ്റിംഗ് സ്റ്റൈലുണ്ട്, അത് പറയുന്ന സാധനമുണ്ട്. മിഴിയോരമാണെങ്കിൽ കാതോരമുണ്ടാകുമല്ലോ. കാതിൻ്റെ അടിത്തട്ടിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയമന്ത്രത്തിന് കാതോടു കാതോരം. ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നതിന് അനുരാഗത്തിൻ്റെ വളരെ വിചിത്രമായ ശ്രുതിയിലൂടെയുള്ള ഒരു ആലാപനത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിന് കാതോടു കാതോരം എന്ന് പേരിടുന്നത്. അതാ ആ ഒരു വേവ് പുള്ളിയുടെ ചില സാധനങ്ങൾ റിവ്യൂ ഒക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം പുള്ളി എന്ത് പറയണ്ടേ, ദൃശ്യത്തിലേക്ക് റിവ്യൂ പറയുവാണെങ്കിൽ ആ ദൃശ്യമെന്ന് പറയുന്ന സിനിമയിൽ ജോർജ് കുട്ടി ഒരു 4ാം ക്ലാസ്സുകാരൻ, വളരെ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ അങ്ങേയറ്റത്തെ മൂർത്തികഭാവത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുണ്ടെങ്കിലും ജോർജ് കുട്ടിക്ക് തൻ്റെ കുടുംബത്തോടുള്ള അഗാധമായ പ്രണയത്തിൻ്റെ തീവ്ര വികാരം ഉൾക്കൊള്ളുന്ന സമയത്താണ് ആ ഒരു കൊലപാതകം നടക്കുന്നത്. പുള്ളിയുടെ അല്ല, ഞാൻ ചില സാധനങ്ങളെ പുള്ളി കയ്യിൽ നിന്നിടുന്ന സാധനങ്ങളുണ്ട്. അത് ഈ നമുക്കറിയാൻ പാടില്ലാത്ത മലയാളത്തിൻ്റെ വാക്കുകൾ, അതായത് ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും മോശമായ വാക്കാണെങ്കിലും പുള്ളി പറയുമ്പോൾ വളരെ മധുരമായിട്ട് കേൾക്കൂല. ഞാനത് പുഴ ഒഴുകണ പോലെയാ അല്ലേ? പക്ഷെ അതിന് ആക്ച്വലി അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ പോവും. പറഞ്ഞ് ശരിക്കും നമ്മളിരുന്ന് കേട്ടാലാണ് ഓഹോ പണി നന്നതാണല്ലേ എന്ന് വരെ നമുക്ക് തോന്നുക. ഭരതൻ സാറിനെ കുറിച്ച് പറയണ ഒരു സീക്വൻസ് ഉണ്ട്. ഭരതൻ എന്ന് പറയുന്നത് ലളിതയ്ക്ക് അറിയാൻ പാടില്ലാത്ത പല സംഭവങ്ങളും എനിക്കും അറിയായിരുന്നു. അങ്ങനെയാണ് പത്മരാജനെ കണ്ടുമുട്ടുന്നത്. ആ സമയത്തൊക്കെ ഭരതൻ്റെ ജിജ്ഞാസകളിൽ വളരെ വികാരഭരിതനായി നിൽക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ഭരതൻ ആദ്യമായി ഫ്ലൈറ്റിൽ കയറാൻ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് ഞാനാണ്. ആ സമയത്ത് സെവൻ ആർട്സ് മോഹൻ്റെ എനിക്ക് തോന്നുന്നു 1955 തോന്നുന്നു, സെവൻ ആർട്സ് മോഹൻ്റെ വളരെ വികാരഭരിതമായ ഞാനിത് കണ്ടിട്ട് എനിക്ക് ലളിതയ്ക്ക് അറിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ KPSC എടുത്ത ചേച്ചിയെക്കുറിച്ച് വെള്ളം അടിക്കണ ഭരതൻ സാറ് എന്തോ നമ്മളത് കാണുമ്പോൾ അറിയാം, അതൊരു സെറ്റ് വെച്ചിട്ടേ ഭരതൻ സാറിനോട് ഇങ്ങനെ ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നതാണ്. ഭരതൻ സാർ ഇങ്ങനെ അടിച്ചപ്പോൾ ആരൊക്കെയോ നാളെ ഷൂട്ടിന് വരാമെന്ന് ചോദിച്ചപ്പോൾ പല ആൾക്കാർ ഒഴിഞ്ഞു മാറി. അപ്പോൾ നാളെ ജോർജിനോട് വരാൻ പറഞ്ഞു, ജോർജ് പിന്മാറി. ഭരതൻ പിന്നീട് എൻ്റെ കൂടെ ആരും കൂട്ടിനില്ലാത്ത ഒരവസ്ഥയാണല്ലോ എന്ന് ഭരതൻ തിരിച്ചറിയുന്നൊരവസ്ഥ. ആ ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നി, ഇനി ഭരതൻ്റെ കൂടെ നിന്നാൽ എനിക്കും പണി കിട്ടും. വീട്ടിലേക്ക് പോയി അല്ലെ. ഞാനത് കേട്ടപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ മഹാരാജാസ് കോളേജിന്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതിനു വേണ്ടി കുറെ റെഫറൻസ് എടുത്തു. ഇത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇദ്ദേഹം പറയുന്ന ചില സ്റ്റൈലുകൾ ഉണ്ടല്ലോ. മഹാരാജാസിന്റെ പുള്ളിക്ക് പ്രണയം ഉണ്ടായിരുന്നു ആ സമയത്ത് പറയുന്ന. പഴയ മഹാരാജാസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രണയാർദ്രമായ നിമിഷങ്ങളെ പടവുകളിലേക്ക് കയറ്റുന്ന ധാരാളം ചവിട്ടുപടികളോടെ ഉണ്ടായിരുന്നു. 2 കാമുകന്മാർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജിജ്ഞാസയിൽ എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സുന്ദരിയായ മാലാഖയെപ്പോലൊരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവൾക്ക് പിടികൊടുത്തില്ല. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പിന്നെ ഓടിച്ചു വിട്ടപ്പോൾ അവസാനം പറയണമെന്ന് വെച്ചാൽ അങ്ങനെ എൻ്റെ കല്യാണ ദിവസം അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. അന്ന് പ്രണയിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി. സപ്പോസ് ഇപ്പോൾ ജോൺ പോൾ സാർ ഇവിടെ വന്നിരിക്കുകയാണ്, ക്ലബ് ഓഫ് അമ്മയുടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ് വിചാരിച്ചത്, എന്തായിരിക്കും പറയാ? ശരിക്കും പറഞ്ഞാൽ മാതൃഭൂമിയുടെ തുടക്ക കാലഘട്ടം മുതൽ എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള അങ്ങനെ പറയല്ലേ, വളരെ അടുത്ത ബന്ധമുള്ള ഒരു മേഖലയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടുകളിലൊക്കെ പത്രമിടുന്ന സമയത്ത് ഞാൻ വളരെ ആകാംക്ഷയോടെ ഓടി ചെല്ലുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പിന്നീട് പടവുകളായി വളർന്ന് ഇപ്പോൾ ക്ലബ് ഹോമിൻ്റെ വളരെ മഹനീയമായൊരു വേദിയിൽ എനിക്ക് വരാൻ സാധിച്ചു. അന്നത്തെ ആ ഒരു കാലഘട്ടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ ആദ്യം ഇതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു, അപ്പോൾ ഇനിയും ഒരുപാട് ശരിയാവാനുണ്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലേക്ക്, അദ്ദേഹത്തിന്റെ വോയിസിലേക്ക് മാറാൻ കുറേ ഉണ്ട് പറഞ്ഞിട്ട് 30 ദിവസത്തോളം കഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കി. ഓരോ വട്ടവും ഇതിനു വേണ്ടിയിട്ട് ഇംപ്രവൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് പിന്നീട് മാറ്റം വന്നത്? അപ്പോൾ ആദ്യം ബേസിൽ ചെയ്തതിൽ നിന്നും പിന്നീട് 30 ദിവസം കഴിഞ്ഞിട്ടുള്ള ബേസിലായപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വന്നു?
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇതുപോലെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. ജഗദീഷ് ചേട്ടന് ചെയ്യാൻ വേണ്ടി പോയത്. ജഗദീഷ് ചേട്ടൻ്റെ ഒരു പഴയ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ നമ്മുടെ വിസ്മയ സ്റ്റുഡിയോയിലെ എഞ്ചിനീയർ സുബൈർ എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനീയർ വിളിച്ചു. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി വിളിക്കുന്ന, അപ്പോൾ ഇങ്ങനെ ജോൺ പോൾ സാറിൻ്റെ സംഭവമാണ്, ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ വളരെ തമാശപരമായിട്ടുള്ള ഒരു ഓഡിയോ പുള്ളിക്ക് അയച്ചു കൊടുത്തു. സുബൈർ വിളിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും വരാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എടാ ഇത് മതി, നീ ഒന്ന് വന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡയറക്ടർ ജോഫിൻ ഡി ചാക്കോ അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ജോൺ പോൾ സാറിൻ്റെ സൗണ്ടൊന്നും അല്ലായിരുന്നു. അതായത് സൗണ്ടിനും വലിയ മാറ്റം, കാരണം ഇവർ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ ഉണ്ടല്ലോ. ജോൺ പോൾ സാർ എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് സാധാരണ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വരാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ഇവരുടെ റെഫറൻസ്, പിന്നെ ഇവർ കുറേ സംഭവങ്ങൾ ചെയ്തു. അങ്ങനെ ആദ്യം ചെയ്ത സമയത്ത് ഈ മിഴിയോരം എന്ന് പറയുന്ന സാധനമാണ്. മിഴിയോരമാണെങ്കിൽ ഈ ഒരു ചുമ്മാ പറഞ്ഞു പോവാം. പക്ഷേ ഇതിന് വേറൊരു ട്രാക്ക് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബ്രീത്തിങ് സംഭവമുണ്ട്. മിഴിയോരമാണെങ്കിൽ ആ ഒരു ബ്രീത്ത്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ കുറച്ച് താമസം എടുത്തു. പിന്നെ 30 ദിവസം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ ചെയ്തെങ്കിലും ഈ കറക്ഷൻ വരും നമുക്ക് ഈ മിക്സിങ്ങിലൊക്കെ പോകുമ്പോൾ. അപ്പം അങ്ങനെ ഫൈനൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏകദേശം 30 ദിവസം എടുത്തു. അതാണ് മൈന്യൂട്ടായിട്ട് അതിന്റെ ഓരോ അദ്ദേഹത്തിന്റെ ഒരു ഭാവം, ഒരു വേർഡ് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും എങ്ങനെ ഇരുന്ന് പഠിക്കാൻ എടുത്തു അല്ലേ സമയം. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഇമ്പോർട്ടന്റ് പരിപാടിയാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് സാധാരണ സിനിമയുള്ള പോലെ ചെറിയൊരു സംഭവമായിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള പല 2 എപ്പിസോഡുകൾ കാതോരം പിന്നെ നമ്മുടെ അനശ്വര വരുമ്പോൾ ഉള്ള സീക്വൻസുകളൊക്കെ പഴയ, അതായത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലുള്ള സീക്വൻസുകൾ വരുന്നുണ്ട് സിനിമയിൽ. അപ്പൊ ആ സമയത്ത് ഡബിങ് ആരാ ചെയ്തത്? അത് ഞാൻ തന്നെ. ആണ്. അപ്പൊ ആ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നോ? വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ, ജോൺ പോൾ സാറിൻ്റെ അതേ ഫിഗറാണല്ലോ. അപ്പം ചോദിക്കും ജോൺ പോൾ സാറല്ലേ? അതെ. അതായത് നമ്മൾ ഈ കട്ടിയുള്ള വോയിസ് ഇല്ലേ, അതായത് വളരെ 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 ഇങ്ങനെ വന്നിട്ട് അതെ എന്ന് നമ്മളങ്ങനെ ആക്കി, ചെറുതാക്കി. അപ്പം സാറ് അങ്ങനെ പറയണ്ടല്ലോ, ജോൺ പോൾ സാറ് അങ്ങനെ എന്തിനാണ് അതേലു എന്ന് പറയുമ്പോൾ ആ ഒരു സാധനം, അതായത് ആ വോയിസിനെ എങ്ങനെ ചെറുതായാൽ ആ പ്രായത്തിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അടിപൊളി. അപ്പൊ ഇതിൽ നമുക്കറിയാം ഭയങ്കര പെർഫെക്ഷൻ ഉള്ള ഒരു ഏരിയയാണ്. ജോൺ പോൾ സാറിന്റെ ശബ്ദം അങ്ങനെ എടുക്കാൻ പറ്റും. വേറെ ഇപ്പോൾ ബേസിലിന്റെ ഏറ്റവും നമ്മളെങ്ങനെ ഞെട്ടിക്കുന്ന ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? ഗണേഷ് ചേട്ടൻ, ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ ഞാൻ ഇവരെയൊക്കെ ട്രോളിക്കൊണ്ടാ ചെയ്തത്. ഗണേഷ് ചേട്ടനെ കൂടെ വന്ന് ഞാൻ പുള്ളിനെ ദിവസം കാണുകയും ചെയ്തു. ഇവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് പുള്ളി വിളിച്ചു, നീ എൻ്റെ സൗണ്ട് എടുത്തല്ലേ, കൊള്ളാം കേൾക്കട്ടെ. പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ. പുള്ളി ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇപ്പം ഗണേഷ് ചേട്ടനാണെന്ന് വിചാരിക്കാം, ഗണേഷ് ചേട്ടനായിട്ട് ഇന്റർവ്യൂ എടുത്ത് ഗണേഷ് ചേട്ടനെ സംസാരിക്കാം. ഗണേഷ് ചേട്ടനായിട്ട് ശ്രദ്ധിച്ചോ? ഒരുപാട് ഞാൻ ക്ലബ് എഫ് എമ്മിൻ്റെ സ്ഥിരം ഒരു ആരാധകനാണ്. എല്ലാ പരിപാടിയും കാണാറുണ്ട്. ഞാൻ KSRTC നിങ്ങളുടെ റേഡിയോയുടെ സംവിധാനം കൊണ്ടുവന്നുള്ള ആലോചിക്കുക. KSRTC കാരണം എല്ലാവരും KSRTC പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? ആരും വണ്ടി ഓടിക്കരുത്. KSRTC പുതിയ KSRTC സംവിധാനത്തെ പറ്റി ഞാൻ ചർച്ച ചെയ്തത്. കാരണം പെട്രോൾ ഇല്ലാണ്ട് എങ്ങനെ വണ്ടി ഓടിക്കാം. സോളാർ സംവിധാനം, കാരണം ഇപ്പോൾ നല്ല ചൂടാണല്ലോ. ഓരോ KSRTC വണ്ടിയിലും സോളാർ ഫിറ്റ് ചെയ്യും. എന്നിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാതെ എങ്ങനെ, അതായത് പവർ ഉപയോഗിച്ച് ഇത് ട്രോളായിട്ടിരുന്നതാണ്. അങ്ങനെ ഒരു സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും വേണം കേട്ടോ. നമ്മളുടെ പേരെന്നാ? വിജിത. KSRTC ഓടിക്കാറുണ്ടോ? ഓടിക്കാറില്ല. ഇഷ്ടം പോലെ വേക്കൻസീസ് ഉണ്ട്, ധൈര്യമായിട്ട് പോരെ. ശമ്പളം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. കേക്കണ്ട, ഞങ്ങളിത് ചുമ്മാ തമാശ ഇതാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം. തകർത്തു. ഇനി അടുത്തത് വേറെ ആരും? സുരേഷ് ഗോപി ലൈവായിട്ട്. സുരേഷ് ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ ട്രോളാക്കിയിടുമായിരുന്നു. അത് മറ്റേ നിവിൻ ചേട്ടൻ്റെ ഒരു നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ അത് നിങ്ങൾ കണ്ടെന്നറിയില്ല. ഒരിക്കലും പോകരുത് ആ പരിപാടിക്ക്, ബോളിയോട് പറയേണ്ട സാധനം. അത് പിന്നെ സുരേഷ് ചേട്ടൻ ലൈവായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സുരേഷ് ചേട്ടൻ ചോദിച്ചു, സുരേഷ് ചേട്ടാ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ സുരേഷ് സംസാരിക്കാം. ഇപ്പോൾ എൻ്റെ കൂടെ ക്ലബ് എഫിലുണ്ട് സുരേഷ് ചേട്ടൻ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടനാണ്. സുരേഷ് ഗോപി ചേട്ടാ, പുതിയ സിനിമകൾ നടക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ രാഷ്ട്രീയ ജീവിതം എല്ലാം കൂടി എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കേൾക്കട്ടെ. പുതിയ സിനിമകളുടെ വളരെ നല്ല രീതിയിലുള്ള നടത്തിപ്പുകൾ കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ അനുമതിയും കിട്ടിയിട്ടുണ്ട്. മോദിജി പ്രത്യേകിച്ച് പറഞ്ഞു, സുരേഷ് എന്തായാലും അഭിനയിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും സിനിമയെ സജീവമാവുന്നത്. സപ്പോർട്ടീവാണ് മോദിജി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും മോദിജിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ തൃശ്ശൂർ മത്സരിക്കുകയില്ല.
അല്ല ഇത് വേറൊരു സാധനമുണ്ടേ, പുള്ളിയുടെ ഒരു വളരെ ഇപ്പോഴൊക്കെയാണെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള സംസാരിക്കുന്നത്. അതെ 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 അത് എത്ര സ്വീറ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. വീട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയാന്ന് തോന്നുന്നു. വളരെ വീട്ടിൽ ഗോകുൽ അവിടെ ഉണ്ടോ, വിളിക്കുക, ഗോകുലിനെ വിളിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും. വീട്ടിൽ സാധാരണ പുറത്തിറങ്ങുമ്പോഴാണ് ഈ മാധ്യമങ്ങളുടെ അടുത്താണ് പറയുന്നത് മൂവ് ബാക്ക് എല്ലാ കാര്യങ്ങളും അതാത് വിധിപ്രകാരം നടത്തും. ഏതാ ചാനലേതാ ബെസ്റ്റ് പുള്ളിയുടെ ഒരു സ്ഥാനം ഉണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഡബിങ് ആർട്ടിസ്റ്റ് വെറും ശബ്ദം കൊടുക്കൽ മാത്രമല്ല, ഈ ഡബിങ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾ മൈക്കിന്റെ പിന്നിൽ ഇരുന്ന് അഭിനയിക്കുന്നതാണ്. ഷൈൻ ടോം ചാക്കോ ട്രാക്ക് പുള്ളി ഷൈൻ ടോം ചാക്കോടെ ഒക്കെ ചില ട്രാക്കുകളില്ലേ അത് ചെയ്യുമ്പോഴേ സ്റ്റേജിൽ അതായത് എനിക്ക് തോന്നുന്നു പുള്ളിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കണം എനിക്ക് തോന്നുന്നത് ഡബിങ്ങിൽ വന്നിട്ടേ. കാരണം നമ്മൾ അഭിനയിച്ച് വെച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഡബിങ് ശരിയാക്കാന്നാ. പക്ഷെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ആ ഒരു ചെറിയ മുറിക്കകത്ത് കാണിക്കുന്ന കാര്യം. ഒരു ചായ കൊടുക്കാനാണെങ്കിൽ അഭിനയിക്കുമ്പം ഒരു സൗണ്ട് എല്ലാം കുഴപ്പമില്ല, ഒരു ചായ കൊടുത്തരാ എന്ന് പറയും. അപ്പോൾ ഡബ് ചെയ്യുമ്പം ഒരു ചായ കൊടുത്തരാന്ന് പറയില്ലേ ഉള്ളു. അവർ ഭയങ്കര തല്ലി തകർത്ത്. മമ്മൂക്കയുടെ ശബ്ദം എപ്പോഴും ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഒന്ന് കേട്ടെ. പണ്ട് മിമിക്രി ചെയ്യുമ്പോൾ മറ്റേ നന്ദഗോപാൽമാർക്ക് വിലയിടാൻ അവസാനമൊക്കെ ചെയ്തിരുന്നത്. അത് കേട്ടെ, അത് ആവാലോ. അത് പറ്റിയതാണ്. നിർത്തടാ എരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളിയില്ലെന്നെ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കൽ റിസർവ് ബാങ്കിലെ നോട്ടച്ചടിക്കുന്ന പ്രസ്സുണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റിവിടല്ലേ. എനിക്ക് ആ കാൽക്കുലേഷനാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ഇപ്പം ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ ലിപ്പ് ക്ലോസ് ചെയ്യുന്നതാണെങ്കിലും ലൈക്ക് അതൊക്കെ അവിടെ ഒരു ഭാവം കൊടുക്കുന്നുണ്ട്. ആ കാൽക്കുലേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പിടിക്കാൻ. ഒരു സാധനം ഇപ്പം ഭയങ്കര ഇതാണല്ലോ. ആറാട്ടണനൊക്കെ എടുക്കുമായിരുന്നു നമ്മുടെ ട്രോളി. ഒന്ന് കേട്ടെ. ആറാട്ടണൻ അതൊരു ലൈവ് വരുന്നതാണ്. ബേസിക്കലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ലേഡീസിന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സിംഗിളാണ്, PhD ഉള്ള ആളാണ്, ഇതുവരെ പ്രപ്പോസ് വന്നിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ആറാട്ടെണ്ണ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആറാട്ടെണ്ണോട് സംസാരിക്കാം. ഓക്കെ അപ്പോൾ ശരിക്കും ചിരിക്കേണ്ട ആവശ്യമില്ല. സോറി അല്ല, ആറാട്ടെണ്ണൻ ഇവിടെ വരും കേട്ടോ. അതെ ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിലൂടെ ആറാട്ടണ്ണന് ഇങ്ങനെ ഫേമസ് ആണ്. ഓഫ് കോഴ്സ് ഫേമസ് ആണ്. PhD ഉണ്ട്, റിച്ച് ആണ്. ഓക്കെ എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ പെണ്ണ് കിട്ടിയിട്ടില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ലേഡീസിന്റെ ഞാൻ പുറകെ പരിപാടി നിർത്തി. ആണോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ആകില്ലാത്തതുകൊണ്ടല്ല, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പുറകെ പോയിന്നേ ഉള്ളൂ. ശരി, ഒരുപാട് ലേഡീസ് ഇഷ്ടമാണ്. ഇപ്പം മഹിമ ലേറ്റസ്റ്റ് ഇഷ്ടമാണ്, മഹിമ ഇഷ്ടമാണ്, നിത്യമേനെ ഇഷ്ടമല്ല. നിർത്തിയില്ലേ? കുറെ നടന്നു, പക്ഷെ നടന്നില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ നിത്യമേന എൻ്റെ പുറകെ നടന്നത്. അതെയോ? അത് ശരി. എന്നെ കൊല്ലാനാണ് നടന്നത്. ഓ, എന്നിട്ട് പക്ഷെ പിന്നെ പുറത്തേക്ക് വന്നപ്പോൾ കഥയൊക്കെ മാറി. പുറത്തേക്ക് വന്നപ്പോൾ കഥ മാറി. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ആദ്യം. അതിനുശേഷം ഇപ്പൊ മീനയ്ക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ്. മീനയ്ക്ക് അല്ലേ? അത്യാവശ്യമാണ് ഇപ്പൊ അത്. കറക്റ്റ് അത്. മീനയ്ക്കൊരു കുട്ടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പൊ സപ്പോസ് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ആട്ടണ്ണ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിപ്ലൈ കൊടുക്കുക? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പിടിക്കാതിരിക്കുക ഏറ്റവും നല്ലത്. ഡിവോഴ്സ് ചെയ്തുള്ളൂ. മനസ്സിലാക്കി പശുപ്പം മനസ്സിലാക്കിയ ശേഷം മാത്രം വിവാഹം കഴിക്കുക. മോളുടെ പേരെന്നാ? നമ്പർ പേര് പറഞ്ഞ ലൈവ് വരും രാത്രി 12 to 3 മണി. ദൈവമേ, എനിക്ക് വയ്യ. ഇതൊക്കെ ഒരു ട്രോളിന്റെ ഭാഗം, ഒരു തമാശയുടെ ഭാഗമാണ്. നമ്മളിവിടെ ആരെയും അങ്ങനെ ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി എന്തൊക്കെയാണ്? ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യും, എഡിറ്ററാണ്. ഇപ്പൊ ഇതുപോലൊരു സാധനം തുറന്നു കിട്ടി. സോ എന്താണ് ഡ്രീം? എന്താണ് ആക്ച്വലി? എവിടെ പ്ലേസ്ഡ് ആവണം എന്നുള്ളതാണ്. എന്നെ കാണേണ്ടത് ഇന്ന ഏരിയയിലാണ്, എൻ്റെ കാലിബർ ഇവിടെയാണ്. എന്താണ് ബേസിലിന് ഫീൽ? ശരിക്കും എഡിറ്റിംഗ് ഒക്കെ പഠിച്ചത് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ആണ് നമുക്ക് ഇഷ്ടം. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പിച്ചിങ് പരിപാടി, സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആവുക എന്നുള്ളതാണ്. ഈ ജോൺ പോൾ സാറിൻ്റെ ഒക്കെ സൗണ്ട് പഠിച്ചത് അതൊരു ഗുണമാകട്ടെ. കാരണം പുള്ളിക്ക് ഈ നറേറ്റ് ചെയ്യുന്ന സ്റ്റൈല്
ഞാൻ കഥ പറയുന്ന രീതിയൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും തോന്നുന്നു. അപ്പം അങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റർ ആവുക, അങ്ങനെ പതിയെ സിനിമയിൽ കയറുക. ജാഫർക്കാടൊക്കെ നമുക്ക് സൗണ്ട് ലൈവായിട്ട്, ഞാൻ തൊടുപുഴക്കാരനായത് കൊണ്ടേ സംസാരിക്കാം. എടി മോളെ, നല്ല പരിപാടി നിങ്ങളുടെ പരിപാടി, ക്ലബ് FM 94.3. പിന്നെ അല്ലാതെ നല്ല സൂപ്പർ പരിപാടിയാ. നിന്നെ മിണ്ടായിക്കണേ. അത് സാധാരണ ചോദിക്കില്ല, പുള്ളി ഇപ്പോൾ ഫുൾ കുക്കിങ്ങിന് പരിപാടിയാണല്ലോ. നല്ല കോവയ്ക്കാന്ന് പറഞ്ഞാൽ കോവയ്ക്ക് നല്ല ഒലത്തിയിട്ട് വറുത്ത് കഴിക്കണം. കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കോവയ്ക്ക് നല്ല മുളകൊക്കെ ഇട്ട് അങ്ങോട്ട് ഒലത്തണം കൂടെ. അത് ഈ കോവയ്ക്ക നമ്മുടെ നാട്ടിൽ കോവയ്ക്ക് കിട്ടും, 3 കോവയ്ക്ക മതി. പിന്നെ ഒരു കൂടാണ്ടാക്കാം, അതുപോലെ വലിപ്പുണ്ടാവോ? പിന്നെ വലിയ കോവയ്ക്ക, അത് 3 മതി. അതിന് കുരുരാന്നരിഞ്ഞിട്ട് നേരെ മുളക് ഉള്ളിലാണ് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ടും കൊല്ലത്തണം കൂടെ. വെയിലത്ത് വെക്കണം അല്ലേ? വെയിലുണ്ടെങ്കിൽ വെളുത്ത് വയ്ക്കുക, മഴയാണെങ്കിൽ വെളുത്ത് വയ്ക്കാൻ പറ്റുമോ? ചുമ്മാ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് എണ്ണയിലേക്ക്, എണ്ണ ഉണ്ടോ വീട്ടില്? പിന്നെ നല്ല നാളികേരം, നമ്മളെ തേങ്ങ എന്ന് പറയും, തൃശ്ശൂര് നാളികേരം എന്ന് പറയും. ഇതിങ്ങനെ വാട്ടി അരിച്ചെടുത്ത എണ്ണ, അതിനകത്തേക്ക് ഈ കോവയ്ക്കും കൂടെ മിക്സ് ചെയ്തിട്ട് പൊങ്ങി വരുമ്പോൾ ഒരു കഷ്ണം എടുത്ത് തിന്നാം. നല്ല ടേസ്റ്റാ. അങ്ങനെ ചൂടാവുന്ന പുള്ളി ആരോട് ചോദിച്ചു, ഇക്കടെ ഭാര്യയാണോ വൈഫാണോ എന്നങ്ങോട്ട് ചോദിച്ചു. ഇക്കടെ വൈഫാണോ എന്ന് ചോദിക്കണേ. അപ്പൊ ഇക്കടെ വൈഫിനെ കൊണ്ടുവന്നുണ്ട്. പിന്നെ കടക്കാര പെണ്ണുങ്ങൾ ഞാൻ പോയിരിക്കോ? എൻ്റെ വൈഫായതാ, പേര് സിമി. സിമി നല്ല പേരല്ലേ? നീ എന്നാണെന്ന് കേൾപ്പിക്കണം, ചിരിക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കൂലേ? നീ എന്നാണെന്ന് കേൾപ്പിക്കണം, എന്നെ കൊണ്ടാന്ന്. പിന്നെ അല്ലാതെ നമ്മൾ നേരെ ഉണ്ടായിരിക്കണം. അല്ല, ഈ സൗണ്ടിൽ നിന്ന് നമ്മൾ ഒറ്റ അച്ഛനുണ്ടല്ലോ, ജോസഫ് പുത്തമ്പുൽ അച്ഛൻ, ഈ സൗണ്ട് രണ്ടും ഒരുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു കാപ്പിപ്പൊടി അച്ഛനില്ലേ, മനസ്സിലായി. അതായത് ഈ സൗണ്ട് ഒന്ന് പതിയെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ആ സൗണ്ട് കിട്ടും. അങ്ങോട്ടൊന്ന് പോവാം. പിന്നെ അല്ലാതെ എൻ്റെ പേര് ജാഫർ, എൻ്റെ സൗണ്ടിൽ നിന്ന് നേരെ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ സൗണ്ടിലേക്ക് മാറാൻ പോവാ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, കണ്ടോ, ഇന്ന് തേപ്പിൻ്റെ കാലഘട്ടം അല്ലേ? ധ്യാനം കൂടാൻ വേണ്ടി അച്ഛൻ വന്ന് അല്ലേ? ഇന്ന് പ്രേമിക്കുന്ന സമയത്ത് ഈ പെങ്കുച്ചിൻ്റെ ദേഹത്ത് ഒരു ചെറിയ മറുക് വന്നാൽ മതി. അതിനെക്കുറിച്ച് കാമുകൻ കവിത, കഥ, തിരക്കഥ, ഉപന്യാസം, ലാസ്റ്റ് സംവിധാനം വരെ ചെയ്ത് കളയും. കല്യാണം കഴിഞ്ഞു 6-7 മാസമായി. പിന്നെ നേരെ ജാഫറിലേക്കും വരുക, ഉണ്ടോ? ജാഫറായിട്ട് സൗണ്ടിൽ ഇങ്ങനെ ഒരു മാറ്റം. എനിക്ക് വയ്യ. ഒരു 4 ആൾക്കാർ കൂടുന്നിടത്ത് സ്റ്റാർ ആവാൻ മറ്റേ ബേസിലിന് വേറെ ഒന്നും വേണ്ട, ശബ്ദം കൊണ്ടുള്ള പരിപാടി മതി. സ്റ്റേജ് ചെയ്യുന്ന പരിപാടി. പിന്നെ ശ്രീകണ്ഠൻ സാറിന്റെ സംഭവം സാറിന് ഫ്രണ്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീകണ്ഠൻ സാറ് മോർണിംഗ് ഷോ ചെയ്യുന്ന വേറൊരു പരിപാടിയാ. അപ്പം അത് കണ്ടിട്ടുണ്ടോ മോർണിംഗ് ഷോ? പിന്നെ അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് ഷോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഒരുപാട് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നാട്ടിലുള്ള ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടെന്നുള്ളതാണ്, സെലിബ്രിറ്റീസ് മാത്രമല്ല. ഞാൻ രാവിലെ പല്ല് പോലും തേക്കിയതാണ് മോർണിംഗ് ഷോയ്ക്ക് വന്നത്. പുതിയ ഒരുപാട് പുള്ളി കമൻറ്റ് വരും കേട്ടോ, മൊബൈലിൽ കമൻറ്റ് വരുമ്പോൾ എന്ത് കമൻറ്റും പറയും. ഇപ്പോൾ കലൂരിൽ നിന്നും സതീഷ് കുമാർ അയച്ചിരിക്കുന്നു, താങ്കളുടെ ജീൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതും തരാമോ? എൻ്റെ പൊന്നു സതീഷ്, ആകെ എനിക്കൊരു ജീൻസേ ഉള്ളൂ, അതുകൊണ്ടേ തരാം. എനിക്ക് വയ്യ. എന്റെ മുന്നിലേ ഇപ്പൊ കൊറേ ആൾക്കാർ കൊണ്ട് നിർത്തി എല്ലാരും ഇന്റർവ്യൂ ചെയ്ത പോലത്തെ ഒരു ഫീലായി പോയി എനിക്ക്. അമ്പോ രക്ഷയില്ല. സോ എന്റെ അമ്മ, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും ഡ്രീംസ് ഒക്കെ എന്താ പറയാ ഫുൾഫിൽ ആവട്ടെ. കുറേ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡബ്ബിങ് ഏരിയയിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റട്ടെ. ഇപ്പോൾ ബേസിലാവട്ടെ ഇങ്ങനെ ഓൺ വോയിസ് കൊടുക്കാൻ പറ്റാത്ത എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഡബ് ചെയ്ത് തരുന്ന എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്കും അതെ ഒരു സ്പെഷ്യൽ സല്യൂട്ട് ഈ ഒരു എപ്പിസോഡിലൂടെ പറയുകയാണ്. കാരണം ഒരു ജീവൻ വെപ്പിക്കലാണ് ക്യാരക്ടറിന്. അപ്പോൾ അതൊരു ഭയങ്കര ടാലൻ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ സല്യൂട്ട്. ഒപ്പം ബേസിലിന്, ഞങ്ങളുടെ ജോൺ പോൾ സാറിന് ജീവൻ നൽകിയതിന്. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം.